സത്യം പറഞ്ഞ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാ അർച്ചനയും കുഞ്ഞിനെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. മരണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ആ 2 ജീവനും തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് അറിയാം ഡോക്ടർ, എന്റെ അർച്ചന മരിച്ചുപോയെന്ന് ഞാൻ കരുതിയത്. എന്നിട്ടും ദൈവം അവളെ എനിക്ക് തിരിച്ചു തന്നു. അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്തില്ല. സച്ചി അർച്ചനയെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. കുറച്ചു നാളത്തേക്ക് ഒരു രോഗിയാണെന്ന മട്ടിലുള്ള ശ്രദ്ധ തന്നെ അർച്ചനയ്ക്ക് കൊടുക്കണം. പിന്നെ കുഞ്ഞിന്റെ കാര്യം. കുഞ്ഞിനെ അർച്ചനയുടെ കൂടെ കിടത്താൻ പറ്റുമോ? കുഞ്ഞിനെ കൂടെ കിടത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുറത്തു നിന്നുള്ള വിസിറ്റേഴ്സും ബന്ധുക്കളും ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റാരും കുറച്ചു നാളത്തേക്ക് കുഞ്ഞിനെ എടുക്കാൻ പാടില്ല. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ കുഞ്ഞിന് ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. എന്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഇതുപോലെ മരണത്തിൽ നിന്നും തിരിച്ചുകൊണ്ടുവന്ന ഒരു അമ്മയും കുഞ്ഞും വേറെ ഉണ്ടായിട്ടില്ല. ആ 2 ജീവനും അത്രമാത്രം വിലപ്പെട്ടതാ. അതുകൊണ്ടാ ഞാൻ സച്ചിയോട് ഈ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് എല്ലാം മനസ്സിലായി ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. സത്യാണോ സച്ചേട്ടാ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അടുത്ത ദിവസം മുതൽ തനിക്കും നമ്മുടെ കുഞ്ഞിനും ബ്രസ്റ്റിംഗ് ഫീഡ് തുടങ്ങാം. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോ അവക്ക് പാല് കൊടുക്കാന്ന്. എന്തൊക്കെ മാറ്റങ്ങളല്ലേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എന്റെ ദൈവമേ, ഈ സന്തോഷം നീ എനിക്ക് തന്നല്ലോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അല്ല, അമിതമായിട്ട് സന്തോഷിക്കാൻ വരട്ടെ. അതെന്താ? അടുത്ത 6 മാസം തനിക്ക് ബെഡ് റെസ്റ്റ് തന്നെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത്രയധികം സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് തന്നെയാ. സർജറി ആയതുകൊണ്ട് ഒരു 3 മാസം വരെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. എന്നാലേ ഇത് അങ്ങനെയല്ല. അടുത്ത 6 മാസത്തേക്ക് കുഞ്ഞിനെ തന്റെ അടുത്ത് കിടത്തുന്നുവെങ്കിലും അമ്മയും കുഞ്ഞിനെയും കാണാൻ വരുന്ന ഒരാളെ കൊണ്ടുപോലും കുഞ്ഞിനെടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞ വിസിറ്റേഴ്സിനെ കംപ്ലീറ്റ് നിരോധിക്കണമെന്ന് അർത്ഥം. എന്താ മനസ്സിലായോ? അതിപ്പോ കാണാൻ വരുന്നവരോട് എങ്ങനെയാ വേണ്ടാന്ന് പറയാ? പറയണം. അല്ലെങ്കിൽ വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് ഈ റൂമിന്റെ മുമ്പില് ഞാനൊരു ബോർഡങ്ങ് വെക്കും. അത് കൊള്ളാം. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഒരു ചൂരൽ വടിയായിട്ട് വരുന്നവരെ അടിച്ചോടിക്കാൻ കാവൽക്കാരന്റെ വേഷത്തില് സച്ചേണ്ണും കൂടി അവിടെ നിൽക്കുകയും ചെയ്യാം. തന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഞാൻ ചിലപ്പോ ക്രൂരനായ കാവൽക്കാരനായെന്ന് വരും. കേട്ടാ? അല്ല, താനിവിടുന്ന് വൃന്ദാവനത്തിലേക്കാണോ പോകുന്നത് അതോ നെല്ലിശ്ശേരിയിലേക്കോ? അതൊക്കെ സച്ചേട്ടന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചാൽ മതി. പക്ഷേ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി അടങ്ങുന്നുള്ള വാശിയില്ല അമ്മ. തന്റെ അമ്മ എന്തായാലും വിഷമിപ്പിക്കണ്ട. കുറച്ചുനാള് വൃന്ദാവനത്തിൽ പോയി നിന്നിട്ട് വന്നാ മതി. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അതൊക്കെ അമ്മ നോക്കിക്കോളും. ഞങ്ങള് 3 മക്കളെ പ്രസവിച്ചതും മീരെടുത്തേടെയും കാര്യമൊക്കെ നോക്കിയത് അമ്മയല്ലേ. അക്കാര്യത്തില് സച്ചേണ്ണ ഒരു ടെൻഷനും വേണ്ട.